ഷാനാണ്. നമ്മളിന്ന് +1കാർക്ക് വേണ്ടിയുള്ള ഓണം എക്സാമിനുള്ള അടിപൊളി ചോദ്യങ്ങളാണ്. കുട്ടികൾ ആദ്യമായിട്ട് ഇനി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു എക്സാമൊക്കെ നല്ല രീതിയിൽ കൂടി എഴുതാൻ പോകുന്നത് +1 എത്തി. നമ്മൾ ഈ 10ാം ക്ലാസ് പഠിക്കുന്ന ആ മാതിരി പഠിച്ചു കഴിഞ്ഞാൽ +1 നല്ല മാർക്ക് കിട്ടില്ല. പല കുട്ടികൾക്കും അബദ്ധം പറ്റുന്നുണ്ട്, എനിക്ക് 10ാം ക്ലാസ് നല്ല മാർക്കുണ്ട്, ആ രീതിയിൽ കൂടെയൊക്കെ ആയിരിക്കും +1ൻ്റെ എക്സാമെന്നും അതിൻ്റെ ക്വസ്റ്റ്യൻസൊന്നും അങ്ങനെയൊന്നും വിചാരിക്കല്ല. പല കുട്ടികളുടെയും മാർക്കുകൾ 10ൽ നിന്നും +1 എത്തുമ്പോൾ ഒത്തിരി പേരുടെ കുറയുകയാണ് ചെയ്യാറുള്ളത്. കൂടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചോണം. ഒരു എക്സാം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. മുൻപായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ അടിപൊളിയായിട്ട് അങ്ങ് പഠിച്ചേക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ വിഷമിക്കും. കാരണം ഫുൾ A+ അല്ലെങ്കിൽ 9A+, 1A എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരുടെയൊക്കെ മാർക്ക് എത്തുമ്പോൾ വളരെ വിഷമിക്കും കുട്ടികൾ. അതുപോലെ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ പേരൻസ് എല്ലാം ഇതിനെക്കുറിച്ച് ചിന്തിച്ചേക്കുന്നത് നല്ലപോലെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് +1 എത്തുമ്പോൾ നല്ല മാർക്ക് കിട്ടുമെന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ട്. അവരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നല്ല രീതിയിൽ കൂടെ പഠിച്ചോണം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഏറ്റവും നല്ല രീതിയിൽ കൂടെയുള്ള മാത്സ് ക്ലാസ് കിട്ടി ഫുൾ മാർക്ക് വളരെ ഈസി ആയിട്ട് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിക്കും കിട്ടുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ്, അതിൻ്റെ നോട്ട്സ്, ഇക്വേഷൻ ബുക്കിലേറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ താഴത്തെ നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. A is a set of following such that x-5 into x-3 into x-1 equal to 0. At the B is a set of following x is a prime number less than 10. Write A and B in roster form. Okay. Next, find A intersection B. Write all subsets of A intersection B. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾ നോക്കിക്കുക, ആദ്യത്തെ ബ്രാക്കറ്റ് നോക്കിക്കുക, 3 എണ്ണം ഉണ്ട്. സാധാരണ 2 എണ്ണം വരെ കണ്ടുള്ളൂ, ഇല്ലയോ? 3 എണ്ണം. ഇവനെന്താടാ 2 എണ്ണം വന്നാലും 3 എണ്ണം വന്നാലും എല്ലാം ഒന്ന് തന്നെയാണെന്ന് നിങ്ങളെന്ന് അറിയിക്കണമല്ലോ, അതിന് വേണ്ടി കൂടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം A അങ്ങോട്ട് എഴുതാം. മോനെ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x-5 into x-3 into x-1 0, 3 ബ്രാക്കറ്റ് ഇൻറ്റു 0 അല്ലേ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യം 0 നിക്കേറ്റ് ചെയ്യണം. ആദ്യം x-3യെ 0 നിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ x-5 ആണ് ആദ്യം ആദ്യത്തെ ബ്രാക്കറ്റ് x-5. ഓക്കെ, ഈ x-5 0 ആണെങ്കിൽ x എത്ര മോനെ +5 ആവത്തില്ലയോ? അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇവിടെ എടുത്ത് എഴുതി 5. അടുത്ത x-3 0 നിൽക്കട്ടെ. x-3 0 ആണെങ്കിൽ x എത്ര ആയിരിക്കും മോനെ? എളുപ്പം പറ, എളുപ്പം. -3 അപ്പുറത്ത് ചെല്ലുമ്പോൾ +3, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ +3. അടുത്ത x-1 0 അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x +1 കഴിഞ്ഞു. ഓ, ഇത്രേ ഉള്ളായിരുന്നില്ലയോ? പക്ഷേ ഇത്രേ ഉള്ളൂ എന്നുള്ളത് എഴുതി കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് അല്ലേ? പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വേറെ രീതിയിൽ കൂടെ ഒക്കെ ചിന്തിച്ച് വേറെ തലത്തിലോട്ടൊക്കെ എത്തി ആകെ ഉരുണ്ട് വീണ് പ്രശ്നമായി. ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കിട്ടി. നെക്സ്റ്റ് ആരാണ് മോനെ? ബി എന്ന് പറഞ്ഞാൽ ആരാ നോക്കിക്കേ? ബി എന്ന് പറഞ്ഞാൽ x is a prime number less than 10. വാട്ട് ആർ ദ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10? 1 ഉണ്ടോ? ഇല്ല. 2, 3, 5, 7. ഓക്കെ, മറന്നുപോലെ കേട്ടോ. 2, 3, 5, 7 ഇതാണ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10. 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പാർട്ട് എന്താ മോനെ? ഫൈൻഡ് ആരാണ്? A ഇൻ്റർസെക്ഷൻ B. A ഇൻ്റർസെക്ഷൻ B എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും ഇല്ലയോ? A ഇൻ്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും കോമൺ. മോനെ ഇവിടെ 5, 3, 1, ഇവിടെ 2, 3, 5, 7. കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട് മോനെ? രണ്ടിടത്തും നിങ്ങൾ 3യെ കാണുന്നില്ലയോ മോനെ? രണ്ടിടത്തും 5നെ കാണുന്നില്ലയോ? കോമൺ ആയിട്ടുള്ളവരെ മാത്രമേ എഴുതാവുള്ളൂ. ആൻസർ ഇപ്പോൾ ഏതൊക്കെയാണ്? 3 and 5. അപ്പോൾ അവനും ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് A ഇൻ്റർസെക്ഷൻ B വരെയായി. നെക്സ്റ്റ് എന്താണ്? റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് A ഇൻ്റർസെക്ഷൻ B. A ഇൻ്റർസെക്ഷൻ ബിയുടെ ഫുൾ സബ്സെറ്റ്സിനെ എഴുതുക. സബ്സെറ്റ്സൊക്കെ എഴുതാനൊക്കെ അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ട് സബ്സെറ്റ്സ് എങ്ങോട്ട് എഴുതുക? സബ്സെറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റിനുള്ളിൽ 3 എഴുതുക, സെറ്റിനുള്ളിൽ 5 എഴുതുക, സെറ്റിനുള്ളിൽ 3,5 എഴുതുക, എന്നിട്ട് 5 എഴുതുക. കഴിഞ്ഞു. ഓക്കെ, ഇത്രയാണ് സബ്സെറ്റ്സ്. എത്ര സബ്സെറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ 4 എണ്ണമല്ലയോ? ഈ 4 എന്നുള്ള കണക്ക് എങ്ങനെ വരുന്നത് നോക്കിക്കുകയും ഈ A ഇൻ്റർസെക്ഷൻ B 2 പേരാ. ഫോർമുല ഇതാ മോനെ, 2 raised to n. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ 2 raised to n, where n is the number of elements in the set. ഇവിടെ ഇപ്പോൾ 2 പേരാകുമ്പോൾ 2 raised to 2. ദാറ്റ്സ് ഓൾ. ആൻസർ ഈസ് ആരാണ്? 4. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ വേണം ഓരോരുത്തരെയും ചെയ്യാൻ.